ശിവരാജ് ചേട്ടനൊന്നും സീറ്റില്ല എന്ന് പറയുന്നു. സീറ്റില്ല പറഞ്ഞോട്ട് എന്താ ഇപ്പോൾ ഞാൻ മത്സരിക്കില്ല. നിങ്ങളെന്താ സീറ്റില്ല പറഞ്ഞാൽ ഞാൻ പോയി തോക്കിലോ മൊബൈലിലോ മത്സരിക്കും വിചാരിച്ചോ? എൻ്റെ പാർട്ടി അത് തീരുമാനിച്ചാൽ എൻ്റെ പാർട്ടിയുടെ കൂടെ തന്നെ. അല്ല, ശിവരാജേട്ടൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളാണ് പാലക്കാട് നഗരസഭയിൽ വികസനം കൊണ്ടുവന്നതെന്നാണ് അവകാശപ്പെടുന്നത്. അപ്പോൾ താങ്കൾക്ക് അടക്കം സീറ്റില്ല എന്ന് പറയുമ്പോൾ അതൊരു ശരിയായ അതൊക്കെ നിങ്ങളൊക്കെ ശരി. പാർട്ടി എന്തോ തീരുമാനിക്കുക അതാണ് ശരി. ഇപ്പോൾ പാർട്ടി ഒന്നിച്ചുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ വന്ന സ്ഥാനാർത്ഥി ലിസ്റ്റ് ഉൾപ്പെടെ ഒന്നിച്ച് ശിവരാജേട്ടൻ ഉൾപ്പെടെ ഈ മുതിർന്ന നേതാവ് ഉൾപ്പെടെ അറിഞ്ഞിട്ടുണ്ടോ? അതൊക്കെ എല്ലാം മുതിർന്ന നേതാവ് അറിയണമെന്നില്ല. അതിന് ബോഡികളുണ്ട്. അതിന് ഓരോ ബോഡികൾ പാർട്ടി നിശ്ചയിച്ചില്ല. ആ ബോഡികൾ എന്താണോ തീരുമാനിക്കുന്നത് അതാണ് എൻ്റെ എല്ലാവരും സംസാരിച്ചില്ല. സി കൃഷ്ണകുമാർ മാത്രമാണ് തീരുമാനം എടുക്കുന്നത്. നിങ്ങൾ വെറുതെ സി കൃഷ്ണകുമാർ ഞങ്ങളിന്ന് അടുപ്പിക്കാൻ നോക്കണ്ട. ഞങ്ങളൊക്കെ ഒറ്റക്കെട്ടാണ്. നിങ്ങൾ ആ പണിയും കൊണ്ടൊന്നും ഇവിടെ വരണ്ട. സീറ്റുണ്ട്. താങ്കൾ പട്ടിത്തറ സീറ്റിൽ മത്സരിക്കുന്നു നേരത്തെ തന്നെ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. സ്വാഭാവികമായിട്ട് അവിടെ തന്നെ മത്സരിക്കണ്ടേ? താങ്കൾക്ക് സീറ്റ് നിങ്ങൾ ആരെയും മത്സരിച്ചോളൂ, എനിക്ക് വരാം. പ്രശാന്ത് ശിവൻ മത്സരിക്കേണ്ടതുണ്ടോ? മത്സരിക്കട്ടെ. ജില്ലാ പ്രസിഡന്റ് മത്സരിക്കണം. ജില്ലാ പ്രസിഡന്റ് ഈ ജില്ലയിലെ നിങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് എന്നോട് ചോദിക്കണത് എന്നോട് ചോദിക്കണ്ട. നിങ്ങൾ അതൊന്നും എന്നെ കിട്ടില്ല. അതായത് ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പ്രമീള ശരൺ, അതുപോലെ തന്നെ കൃഷ്ണദാസ്, ശിവരാജേട്ടൻ ഇവരോടൊന്നും കൂടി ആലോചിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. അല്ല, കൂടി ആലോചിക്കേണ്ടവരത്ത് കൂടി ആലോചിക്കുകയില്ല. ഒരു സ്ഥാനാർത്ഥി നിർണയം BJP-യിലെ 10,000-കണക്കിന് മെമ്പർമാർ പാലക്കാടുണ്ട്. ഇവരത്തൊക്കെ ആലോചിച്ച് ഒരു സ്ഥാനാർത്ഥി അതൊക്കെ നിങ്ങൾ ആ ദേശീയ കൗൺസിൽ അംഗമാണ്, സംസ്ഥാന ട്രഷററാണ്. അതിൽ നിങ്ങളൊന്നും ബേജാറാകണ്ട. ഞങ്ങളുടെ പാർട്ടിയിൽ ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരാൻ, 3-ാം തവണയും അധികാരത്തിൽ വരാൻ വികസിത പാലക്കാട്, മോഡിയുടെ പാലക്കാടാക്കാൻ ഞങ്ങൾ പോവുകയാണ്. ഒരു വിഷമവുമില്ല. കൂടി എന്ത് കൂടി ആലോചിക്കണം? ഞാൻ ആ വേദി ആലോചിക്കുന്നതാണ്. അവരെന്നോട് ആലോചിക്കും, അല്ലെങ്കിൽ ആലോചിക്കണ്ട. എല്ലാ കാര്യവും എല്ലാവരോടും ആലോചിക്കണമെന്നില്ല. പ്രമീള ശശിധരനുള്ള മുൻ ചെയർപേഴ്സണും വൈസ് ചെയർമാനൊക്കെയാണ്. അവരോട് ചോദിച്ചാൽ മതി, എന്നോടല്ല ചോദിക്കണേ. താങ്കൾ ഉൾപ്പെടെയുള്ള കൗൺസിൽ നിങ്ങളിതിലൊന്നും നോക്കണ്ട. ഞങ്ങൾ പാലക്കാട് പിടിക്കാൻ നടക്കുകയാണ്. ആ സമയത്ത് ഞങ്ങളെ തമ്മിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും രാഷ്ട്രീയം ഉണ്ടെങ്കിൽ കൈവച്ചാൽ മതി. മുൻ ചെയർപേഴ്സൺ പ്രിയ അജയൻ അടക്കം വലിയ രീതിയിൽ വിമർശനം, ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തുകയാണ് എന്ന കാര്യം അതൊക്കെ അവരവരുടെ അഭിപ്രായം. അത് അവരവരോട് ചോദിക്കാം. ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഭാരതീയ ജനതാ പാർട്ടി തന്നെ മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും, അല്ലെങ്കിൽ മത്സരിക്കില്ല. ഇങ്ങനെ കുത്തണ്ട, മത്സരിക്കില്ല. അതിലൊന്നും എന്നെ കിട്ടില്ല. പ്രിയ അജയൻ പറഞ്ഞത് ഈ കൗൺസിലിൽ ഉണ്ടാകുന്ന കാലത്ത് ഈ കൂടെ ഉള്ളവർ തന്നെ പിന്തുണച്ചില്ല, മാത്രമല്ല കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായ കാലം എന്നാ പറഞ്ഞത്. അങ്ങനെ ഒരു ചെയർപേഴ്സൺ എനിക്കതിനെ കുറിച്ച് അറിയില്ല. താങ്കൾ ഉൾപ്പെടെയുള്ള കൗൺസിൽ അങ്ങനെ ഒരു ആരോപണം ഞങ്ങൾ ഇതുവരെ ഞങ്ങളോട് ഉന്നയിച്ചിട്ടില്ല. പാർട്ടി ഉന്നയിച്ചതായിട്ട് എനിക്കറിയില്ല. ആ കാര്യം എനിക്കത് പ്രിയാജയനോട് ചോദിച്ചാൽ മതി. നഗരസഭ ചെയർപേഴ്സൺ ഒക്കെ ആയിരുന്നു. അവര് രാഷ്ട്രീയം അവസാനിപ്പിക്കാന്നാ പറയുന്നത്. ഞാനെന്ത് ചെയ്യും? യുവതിയാണ്. മുതിർന്ന നേതാവ് എന്നുള്ള നിലയ്ക്ക് അവരോട് സംസാരിച്ച് അവർ വീണ്ടും സജീവാക്കാൻ ശ്രമിക്കും.